Hello guys, welcome to another flash vlog. ഇന്ന് നമ്മൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയുണ്ട് ഗൈസ് ആഡ്ലക്സിൽ വെച്ച്. ഇന്ന് അവരുടെ ഫൈനൽ ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം, ഫോട്ടോഗ്രാഫിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയണമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് പരിപാടികളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ടൈമൊക്കെ ഷാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഷാസിൻ്റെ കൂടെ പോയായിരുന്നു അവിടെ. നല്ല പരിപാടിയാണ് ഗൈസ്, ഒരുപാട് നൈസ് ക്രിയേറ്റേഴ്സും സംഭവങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ്, ഒരു ഇവൻ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് എന്നുള്ളൊരു സംഭവം. പക്ഷേ ഗൈസ് ഒരാഴ്ചയായിട്ട് ഞാൻ എവിടെ പോയെന്നുള്ളൊരു ഡൗട്ടാണെങ്കിൽ ഞാൻ നല്ല പനിയും തൊണ്ടവേദനയും തൊണ്ടയടപ്പും ഒക്കെ ആയിട്ട് കിടപ്പായിരുന്നു ഗൈസ്. സോ ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഓക്കെ ആയത്. അപ്പം വിചാരിച്ചു ബ്ലോഗൊക്കെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ടാക്കാം എന്നുള്ളൊരു പരിപാടിയിൽ. ആരെങ്കിലുമൊക്കെ എന്നെ മിസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. കുറേ ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഗൈസ്, വ്ളോഗ് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ആരോഗ്യം സെറ്റായ സ്ഥിതിക്ക് ഒന്ന് ബാക്ക് ഇൻ ആക്ഷൻ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ പോയി എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്യണം. അവൻ മറ്റേ CMSൽ പഠിക്കുന്ന പയ്യനാണ്, അവൻ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫറൊക്കെയാണ്. അപ്പം അവനെയും പൊക്കി നേരെ ഇവൻറ്റിലോട്ട് പോകാമെന്നുള്ള പരിപാടിയില്ല. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു ചമ്മലാണ് ഗൈസ്, പ്രത്യേകിച്ച് ക്രൗഡഡ് സ്ഥലങ്ങളിൽ. അപ്പം ലെറ്റ് സി അവിടെ പോയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് കണ്ട് അറിയാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കളമശ്ശേരിയിൽ നിന്ന് നേരെ അങ്കമാലി ആഡ്ലക്സ് ഫൈനൽ ഡേ ഓഫ് AKPA ഫോട്ടോ ഫെസ്റ്റ് പോയി നോക്കാം ഗൈസ്. നമ്മുടെ സഹപ്രവർത്തകരായ ഫോട്ടോഗ്രാഫർമാരുടെയൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഗോഡോക്സും കാനണും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് എന്തൊക്കെയാണ് പുതിയ പ്രോഡക്റ്റ്സ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ബാക്കി ഇനി അവിടെ എത്തുമ്പോൾ കാണാം. ബൈ. ഇല്ലടാ. ഹലോ ഗൈസ്. നീ ഇതിനു മുമ്പ് വേറെ വ്ളോഗിൽ വന്നോ? അടുത്ത വ്ളോഗ് ഒന്നും വിചാരിച്ചപ്പോ ഒരു വ്ളോഗ് ഷൂട്ട് കഴിഞ്ഞു വന്നതാണ്. ഓ അങ്ങനെ നാണമാണോ നിനക്ക്? എന്താണ് നിന്നെ തേച്ചാ നിന്റെ കൂട്ടുകാര്? എന്തൊക്കെയോ പരിപാടി എന്നൊക്കെ വേണ്ട. ഞാനിപ്പോ മേളിൽ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു ഫോൺ. അപ്പൊ അവരിങ്ങനെ വെച്ചാ മന്തി കഴിക്കാൻ പോന്ന പറഞ്ഞു. ഞാൻ ലാസ്റ്റ് താഴേക്ക് വന്നപ്പോ മന്തിയാണ്, മറ്റേ ക്യാൻറ്റീനിലേക്ക് പോവാ ഫുഡ് അടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ലൈറ്റ് ആയിട്ട് കഴിച്ചു. കഴിച്ചാ നീ? നമ്മളിപ്പോ അയ്യോ ശോക സീനാണല്ലോടാ കൂടെ. പിന്നെ നമ്മളിപ്പോ പോകുന്നത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ പാരഡൈസിലോട്ടാണ്. ഞാൻ വെച്ച് നിന്നെ കൂടെ കൊണ്ടുപോകാം, നീ മറ്റേ വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫർ അല്ലേ. അപ്പൊ പിന്നെ നീ വ്ളോഗ് റെക്കോർഡാണോ? ഓ കമോൺ മാൻ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മറ്റേ കോൾ മീ ഫ്ലാഷ് ആണെന്നൊക്കെ പറഞ്ഞാലും വെച്ച് കുറച്ച് പേടിയുണ്ട്. അതെ, കോൾ മീ ഫ്ലാഷിനൊപ്പം കോൾ മീ അർജുൻ. ഇതാണ് എന്റെ പ്രശ്നം കേട്ടാ. എനിക്ക് ഈ ഒരു പിടിക്കുന്നതാണ് പ്രശ്നം. ഇത് കുറച്ച് ഇത്തിരി അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ നൈസാണ് കേട്ടാ. നമ്മള് കാർത്തികൊക്കെ സത്യം പറഞ്ഞാൽ DSLR പിടിച്ചിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലേ, കുറച്ച് യൂസ് ടു ആവണം നമ്മള് ഈ സാധനം ചെയ്ത് ഇത് അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കണം, മറ്റേ മൗണ്ട് പോലെ ഒരു സാധനം വെച്ചിട്ട് കാറിൽ ആ മൂലയിലും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആ ഒരു ആംഗിൾ കിട്ടുമല്ലോ. കുറെ പരിപാടികളുണ്ട് നമ്മൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഡെവലപ്പായി വരുമ്പോൾ മാത്രമേ ഇത് നമുക്ക് എന്താ പറയുമല്ലോ, മറ്റേ ഇന്നോവേറ്റ് ചെയ്യാനുള്ള പരിപാടികളുണ്ടല്ലോ, കുറച്ചൊരു നൈസാക്കാം. അങ്ങനെയാണ് ഗൈസ് നമ്മൾ അങ്കമാലിയിൽ അമ്മാവനെ കാണാൻ പോകുന്നത്. എനിക്കത് ഞാൻ പിന്നെ ഒരാഴ്ച ജിമ്മിൽ പോയിട്ട് ഫുഡ് വ്ളോഗ് അതെ അവന് ഈ കാർത്തികിനെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫുൾ സ്വിങ്ങിൽ ഇറങ്ങാൻ. നീ വരൂലേ ഫുഡൊക്കെ അടിക്കാൻ? നിങ്ങളല്ലേ പറഞ്ഞത് എന്നോട് ഫുഡ് അടിക്കാൻ വരും. ഞാൻ കോളേജ് പിള്ളേരെ കൊണ്ട് നടക്കാൻ വേണ്ടി. ഇവർക്കാകുമ്പോ നിങ്ങൾക്ക് പോഷകാഹാരങ്ങളുടെ ആവശ്യമുണ്ടല്ലോ, നമുക്ക് കണ്ടന്റും ആവും, നിങ്ങൾക്ക് പോഷകാഹാരവും ആവും. അവിടെ
പാർക്കിംഗ് എന്നുള്ളതാണ് സംഭവം. ഫെഡ്ലക്സ് ഓഫീസ് പാർക്കിംഗ് കേട്ടാണ്. ഗൈസ് എത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല ഒടുക്കത്തെ തിരക്കാണെന്ന് തോന്നുന്നു. ഇനി പാസ്സൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഫ്രീ ആണോ കാശുണ്ടോ എന്നുള്ളത് തപ്പണം. എവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വരാം ഗൈസ്. ബൈ. ഇതൊരു കുറച്ചുകൂടെ വലിയ സെറ്റപ്പ് ആയെന്ന് തോന്നുന്നു കേട്ടോ, ലാസ്റ്റ് ടൈമിനെ കാട്ടി. സോണി ആദ്യമായിട്ടാണ് ഇതിന് വരണേന്ന് തോന്നുന്നു. നീ ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടല്ലേ? അടിപൊളിയല്ലേ? ഞാൻ ലാസ്റ്റ് ടൈം ശ്വാസമായിട്ട് വന്നേ. ലാസ്റ്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് മൊത്തം കണ്ടോളൂ. കൊച്ചി ഗോപ്രോയുടെ സംഭവമാണല്ലോ ഇത്. ഗോപ്രോയുടെ ഫസ്റ്റ് ക്യാമറ. സ്മോൾ റിഗിന്റെ കേജ് ഇൻസ്റ്റാ 360 റിഗിനൊക്കെ എത്രയാവും? കണ്ട് റീമൗണ്ട്, ബാറ്ററി, ഏസർ കിറ്റ്. ഓ, ഇതെന്താ ഐറ്റം? എന്താണത്? ഇത് ഫോഗ് മെഷീൻ. ഓ, ഒരു മുറി മൊത്തം ഫോഗ് മെഷീനാണ്. ഓ, ഇതൊക്കെ വെച്ച് വ്ളോഗ് ചെയ്ത് അടിപൊളിയാക്കില്ലേ? ഒരു മുറി മൊത്തം പുകയാക്കിയിട്ട്. മറ്റേ ഗോക്സ് ആർട്ടിനെ അറിയാമോ? അതിന്റെ മൊത്തം പുള്ളിയുടെ വീഡിയോസ് ആണ്. വെറുതെ സീൻ മൊത്തം ഇതേപോലെ. ജസ്റ്റ് പുള്ളിക്കാരൻ ലൈറ്റിങ്ങും ഫോഗുമാണ്. നല്ലോണം എഡിറ്റ് ചെയ്യാനും അറിയാം. നല്ലോണം എഡിറ്റ് ചെയ്യാൻ അറിയാം. പുള്ളിലേക്ക് ലിറ്ററലി ഇൻസ്പിറേഷൻ. അവന്റെ പോലെ ആവാൻ കുറച്ച് പണിയാണ് കേട്ടോ. അയ്യോ, അത് പുള്ളി ഒരു വീഡിയോ ഓരോരോ മാസം ഇടുന്നത്. ഇതാണ് അജ്മൽ ടോറസ്, ഇവിടെ റീടച്ചിങ്ങിന്റെ ഉസ്താദ്. ഇതാരടി? ഇതാര് പെട്ടെന്ന് വന്നു? ഇതാര് പേരെന്താ? 40K എന്തോന്നായിരുന്നു? റാംഷോക്ക്. എടാ, എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. നീ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയണം എന്തായിരുന്നു മെസ്സേജ് എന്നുള്ളത്. ഓ, എനിക്ക് തോന്നി എവിടെയോ ഒരു ഫാഷൻ ഷോ ഉള്ളതിന്റെ കേസാണ്. ബാംഗ്ലൂര്. നീയാണ് അത് അയച്ചത്? എന്നിട്ട് ഫാഷൻ ഷോ എവിടെ? ബെസ്റ്റ്. എന്റെ റേറ്റൊക്കെ ചോദിച്ചു. ഫാഷൻ ഷോക്ക് വന്ന് ഫോട്ടോ എടുക്കണായിരുന്നു. ഞാൻ ദുബായ് റേറ്റൊക്കെ പറയാടാ, പേടിപ്പിക്കാൻ വേണമെങ്കിൽ. ഒന്നാളും ചോദിക്കാം. നിങ്ങളാളാണ് സ്വന്തം ആളാണത്? എടാ, അപ്പൊ റേറ്റൊക്കെ കൂട്ടി വാങ്ങിച്ചാൽ ഞാൻ വരാൻ ഫോട്ടോ എടുക്കാൻ. ഇല്ല, സെറ്റാക്കാം നമുക്ക്. ബാംഗ്ലൂർ പൊളിക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ഇവിടെ വന്ന് നമ്മള് പയ്യന്മാരൊക്കെ കണ്ടിരിക്കുകയാണ്. സന്തോഷമായി. ഓക്കെ, അജ്മൽ അപ്പൊ മന്തി കഴിക്കാൻ പോയല്ലേ? ഹായ് ബ്രോ, വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മളെ ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മള് തുടങ്ങിയിട്ടുള്ളത് ചെറിയ വ്ളോഗാണ്. അപ്പൊ അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ ഗൈസ്, വേണമെങ്കിൽ എന്നെ കാണിക്കാം, ഞാനിവിടെ ഉണ്ട്. കാണാം, വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ബൈ ബൈ. മറ്റേ ആ ചേട്ടനാണെന്ന്. ഏത്? മറ്റേ റീടച്ച് ചെയ്ത 0 point. Thank you. ഏതാ? ഓ, എനിക്ക് ഇത് വേണം. എല്ലാ ബ്രാൻഡും ഉണ്ട്. സിഗ്മ ഐസു ജപ്പാൻ. സിഗ്മയുടെ BF ക്യാമറ. വെറും ബോക്സ് പോലെ നല്ല ഒടുക്കത്തെ വിലയാണ് ഈ സാധനം. എത്രയാ? നല്ല കത്തിയാണ് ഇത്. എത്ര? ഇത് ലെൻസ് പടി ഇങ്ങനെ ഇതല്ല, ഡിറ്റാച്ചബിൾ അല്ല. രസമാണ് സാധനം കൊണ്ടടക്കാനൊക്കെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് നിങ്ങൾ ആരും കണ്ടില്ല ഗൈസ്. മിറർലെസ് DSLR ലെൻസ് സർവീസ്, ഇമേജ് സെൻസർ ക്ലീനിങ്, ലെൻസ് ഔട്ടർ ക്ലീനിങ്, ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ, ഫേംവെയർ അപ്ഡേറ്റ്. നിനക്ക് ഏത് ക്യാമറയാടാ? എനിക്ക് കാനോൺ. എന്റെ കാനോൺ അല്ലേ? ഞാനൊരു നിക്കോൺ വിരോധിയാണ്. ഫൂജിയുടെ അല്ല, ആസ് എ ഫോട്ടോഗ്രാഫർ നിക്കോൺ ആണോ കാനോൺ ആണോ അതോ സോണി ആണോ?
ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് കാനോൺ ആണ് ആസ് ഓൾവേസ്. അപ്പൊ സോണി വീഡിയോക്ക് നൈസാന്നു അല്ലേ? കാനോൺ അപ്പൊ എനിക്ക് സോണിയുടെ ബ്ലോക്ക് ക്യാമറ വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്. സോണിയുടെ ബ്ലോക്ക് ക്യാമറ എന്താവോ? ലൈറ്റിംഗ് പരീക്ഷണം, ലൈറ്റിംഗ് പരീക്ഷിക്കണം, സെൽഫി എടുക്കുന്നത്, ലൈറ്റിംഗ്, ഷാഡോ സൈഡ് ഇങ്ങനെയാണ്. എന്റെ കണ്ണാടി ഇച്ചിരി ക്യാച്ച് ലൈറ്റ് ഉണ്ടല്ലോ, ക്യാച്ച് ലൈറ്റ് മറ്റേ ഷാഡോ സൈഡ് ഷൂട്ട് ചെയ്യാ. ഇന്നത്തെ മോഡൽ 11 ആണ്. അതെ. ഹായ് ബ്രോ, എന്താണ്? ബ്രോ, വെൽക്കം ടു മൈ വ്ളോഗ്. ഞാൻ വ്ളോഗ് എടുക്കാൻ പേരെങ്ങനെ ബ്രോടാ? പേര് വിഷ്ണു. വിഷ്ണു. ഞാൻ ബ്രദറിന്റെ സ്ഥിരം ഫോളോവറാ. ആണോ? ഭയങ്കര ഫാനുമാണ്. കാണും ബ്രോ ഇതില്. ഞാൻ കാണാറുണ്ട്. ഇതില് എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതിന്റെ വ്ളോഗിൽ കയറ്റി. കാനോൺ ഗ്യാങ് ആണ്. സ്റ്റോളുണ്ടോ നിനക്ക് ഇവിടെ? ആണോ? ഓ, അതില് നീ തന്നെ, നിങ്ങൾ തന്നെ? ഓ അല്ല, തപ്പി നടക്കുകയാണ്. നാടെവിടെയാ? തൃശ്ശൂരാ? കണ്ണൂരാ? ഓ നൈസ്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷമാണ്. പേരെങ്ങനെ? അനന്തു. ഫ്ലാഷ്. Aperture summer sale 30% off. എന്താ പറയുക, ലൈറ്റിംഗ് സെറ്റപ്പ് ആണല്ലോ. ഇവിടെ പേരെങ്ങനെ? അക്കൗണ്ട് എന്തായിരുന്നു? ഡോക്ടർ ഫോട്ടോഗ്രാഫി. അടിപൊളി കേട്ടാ. പുള്ളിയോടെ ഞാൻ എന്തെങ്കിലും പുലിയെ ഫോട്ടോ എടുക്കാൻ പോകാനുള്ള പ്ലാനിലാണ്. മോഡൽസിനെയൊക്കെ മടുത്ത്. അപ്പോൾ ശരി ബ്രോ, കണ്ടാലും താങ്ക്സ്, ബൈ. ഓക്കെ, ഇനി ആരുണ്ട്? അപ്പം ബ്രോഡ് പേരെങ്ങനെയാ? അശോക്. കാടാ C4 ക്യാമറ. തൃശ്ശൂർ അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, തന്നെ പറഞ്ഞു. അവിടെ വന്നപ്പം യൂസ്ഡ് ക്യാമറയുടെ മെയിൻ ആൾ ഇവിടെ ഉണ്ട് ഗൈസ്. തൃശ്ശൂരാണ്. പുള്ളിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യം നമുക്ക് ഡിസ്കൗണ്ടിലും നല്ല ക്യാമറ, നമ്മൾ പഴയ ക്യാമറ വാങ്ങിയിട്ട് പുതിയ DSLR ക്യാമറ, പ്ലസ് ക്യാമറ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ബ്രോ? നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ 7 വർഷമായിട്ടുണ്ട്. ഷോപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 3 വർഷമായിട്ടുള്ളൂ. ഓ നൈസ്, ഓൾ ദ ബെസ്റ്റ്. അപ്പം എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ ഇവിടെ? അടിപൊളിയാണ്. ഇവിടെ നമുക്ക് നല്ല ഓഫർ ഉണ്ട്. ആ, ഓ അങ്ങനെ മൈക്ക് ശരിയാണ്. അപ്പൊ ബ്രോ, അപ്പം നൈസ് മീറ്റിംഗ് യു. ആ ഉണ്ടല്ലേ? ഇത് നിങ്ങളുടെ ബൈക്കാണ്? ഓ അങ്ങനെ. എന്റെ ഉണ്ട്, ഇഷ്ടംപോലെ ബൈക്ക് ഉണ്ട്. ഇല്ല, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. വീണ്ടും പൂജി ഫിലിം എത്തി ഗൈസ്. വീണ്ടും പൂജി വിത്ത് മോഡലിംഗ്. അതെ, ഇപ്പൊ 2 മോഡൽ, നേരത്തെ 1 മോഡൽ ഉണ്ടായുള്ളൂ. ഇത് എല്ലാ പ്രാവശ്യവും ഉണ്ട് ഇങ്ങനെ ഫോട്ടോ നമുക്ക് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. നല്ല ലെക്സർ. ഹായ് ബ്രോ, വെൽക്കം ടു മൈ വ്ളോഗ്. താങ്ക് യു. എനിക്ക് പരിചയമുള്ളവരൊക്കെ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. അറിയാമോ? കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ആ, ഫോട്ടോഗ്രാഫർ എന്നാ പറയാം. ഓക്കെ ബ്രോ, കുറച്ച് നേരം പറഞ്ഞോളൂ. നിങ്ങൾ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു. ഞാൻ ഇവിടെ വരുന്തോറും ഓരോ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ കാണുകയാണ്. ഒരു എടാ മൈക്കൊന്നും തരോടാ. നിങ്ങൾ എന്തായാലും സെറ്റായി. ഇത് കുഴപ്പമില്ല, ഇങ്ങനെയല്ലേ പരിചയപ്പെടാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വ്ളോഗിങ് തന്നെ ചെയ്തത്. ഓക്കെ ബ്രോ, പറഞ്ഞോ. ഒരു ആപ്പ് മുതലാളിയാണ് ഗൈസ്. പുള്ളിയെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുക. ഹലോ, കേക്കാ? പശ്ചാത്തല നമ്മളൊരു ആപ്പ് പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത്. സംഭവം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഫ്ലോ ഈസി ആക്കാനുള്ള ഒരു ആപ്പാണ്. ഇതിലൊരു ഫോട്ടോഗ്രാഫറിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ, അതായത് ഒരു ക്ലയന്റ് വന്നിട്ടൊരു എൻക്വയറി വരുന്നു, അതല്ലെങ്കിൽ ക്ലയന്റിന് നമുക്ക് ഒരു പാക്കേജ് അയച്ചു കൊടുക്കണം. അവിടെ തൊട്ടിട്ട് നമുക്കൊരു ആൽബം ഡിസൈൻ ചെയ്ത് PSD ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് കൊടുക്കാവുന്ന ഒരു ലെവലിലുള്ള എല്ലാ ഫീച്ചേഴ്സും, ഒരു 17-18 ഫീച്ചേഴ്സ് വരുന്ന ഒരു ആപ്പിന്റെ ഒരു ബണ്ടിലാണിത്. ഇതിന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒരു 1500 രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. അതല്ലെങ്കിൽ സിംഗിൾ പേ എന്ന് പറഞ്ഞിട്ട് 100 രൂപ 200 രൂപ വെച്ചിട്ട് വരെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. വിൻഡോസ് ആപ്പ് ഉണ്ട്,
iOS ഉണ്ട്, ആൻഡ്രോയിഡിലുണ്ട്, ഓക്കെ. എല്ലാ ഇതും എല്ലാ ഇതിലും വർക്ക് വർക്ക് ആവുന്ന സംഭവമാണ്. ഓക്കെ. അതെ. പിന്നെ ഇതിൽ തന്നെ മാർക്കറ്റ് പ്ലേസ് വരുന്നുണ്ട്. ഇപ്പം ബ്രോയുടെ കയ്യിൽ ഒരു ലട്ട് പ്രിസെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രോയ്ക്ക് അത് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ സെല് ചെയ്യാം. ലൈക്ക് ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ നമുക്ക് പ്രോഡക്ട്സും സർവീസും. പിന്നെ നമ്മുടെ ഒരു ഫീച്ചർ വരുന്നത് വെച്ചാൽ ആൽബം എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഷെയർ ചെയ്യാനല്ലേ ക്ലയന്റുമായിട്ട്? അല്ല, ഇതൊരു നമ്മളിപ്പം സാധാരണ ഒരു ആൽബം ക്ലയന്റിന് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ PDF അയച്ചു കൊടുക്കും. ആ PDF കണ്ടിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വോയിസ് നോട്ട് അയച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് ആൽബം ഇങ്ങനെ കൊടുക്കാം, ക്ലയന്റ് ഇങ്ങനെ കൊടുക്കാം. ഇത് തന്നെ നമുക്ക് ക്ലയന്റിന് കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ആഡ് ഓൺ ചെയ്ത് തരാൻ പറ്റും. അവരൊരു കറക്ഷൻ, ഒരു ഫോട്ടോ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആസ് എ ഫോട്ടോഗ്രാഫർ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് തിരിച്ച് ക്ലയന്റ് കൊടുക്കാൻ പറ്റും. നൈസ് ഇന്നോവേറ്റീവ് ഐഡിയ ബ്രോ. എന്തായാലും നോക്കാം, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെന്തായാലും കോൺടാക്ട് ചെയ്യും. ബ്രോയുടെ നമ്പർ കൂടെ തന്നാൽ മതി, ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ കൊടുത്തു. ആപ്പ് ഡൗൺലോഡ് ചെയ്യണ ലിങ്കും കൂടെ തന്നാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ഗൈസ് ഫുജി, ഇത് ആരായി നടന്നു വരുന്നത് നോക്കിയേ. ഓ മൈ ഗോഡ്, ഈ ഒരു ക്യാമറ കാണാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇവിടെ വന്നത് തന്നെ മെയിൻലി. ഫുജിയുടെ എക്സാഫ് ഗൈസ്, ഇതിന്റെ സൈസും എന്റെ അമ്മ കൈ ആണല്ലേ സെറ്റാക്കാൻ അടിപൊളി അല്ലേ. ബ്രോയുടെ ഇഷ്ട ലുക്കാണെന്ന് തോന്നുന്നല്ലോ ഈ സാധനം, മറ്റേ മിനിമലിസ്റ്റിക് സംഭവം. എസ്തെറ്റിക് സെറ്റ് ആണല്ലേ ഗൈസ്. ഇത് നമ്മൾ മാക്സിമം ഇല്ല, ഇതിന്റെ ഔട്ട് കാണാൻ പറ്റുമോ? ഇതിൽ നിന്നാണ് ഡയറക്റ്റ് ചെയ്യുന്നല്ലേ? അതാണ് ഈ ഒരു സാധനമാണ് നമ്മളെ മെയിൻ കഥാപാത്രം. കംപ്ലീറ്റ് എടുത്തതിന് ശേഷം കാണാൻ പറ്റത്തുള്ളൂ. സെയിം ഫിലിം പോലെ. നൈസ് പീസ് ഓഫ് ആർട്ടാണ് ഗൈസ് ഇത്. ഒരു ഫോട്ടോ ഹോബിസ്റ്റ് സംഭവം. പുള്ളിയുടെ ആ സന്തോഷം കണ്ടാ ഗൈസ്. ഇങ്ങനത്തെ ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിലാണല്ലോ നമ്മള്. എനിക്ക് ആക്സസറീസും ഭയങ്കര പാഷനേറ്റാ. ക്യാമറ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ആക്സസറീസും സംഭവങ്ങൾ വാങ്ങിക്കുന്നതാണ്. നൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് വരാൻ കഴിച്ചു. പുള്ളിയെ കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് സെറ്റാക്കട്ടെ. ഓ, ചാർക്കോൾ സിൽവർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ചാർക്കോൾ സിൽവർ പിന്നെ ബ്ലാക്ക്. ഇത് വരുന്ന ബ്ലാക്ക് ആണ്. ഇതിപ്പോ ഫിലിപ്പ് മോഡാണ്. അപ്പൊ നമുക്ക് ഇതിന് എക്സിറ്റ് ആവണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓ അങ്ങനെ നമ്മള് ഇതിപ്പോ റീവൈൻഡ് ആവും, അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ആവും. ഓ ഓ ഓ, ഇനി നമുക്ക് ഫിലിംസ് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള സാധനം അല്ലേ? ഇത്ര ഉണ്ടല്ലേ? ഒരു ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതെ. പിന്നെ സ്ലൈഡ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിമുലേഷൻസ്, പിന്നെ കുറെ ക്രിയേറ്റീവ് ലുക്കും ഇതിനകത്ത് കിട്ടും. അടിപൊളി സാധനം. ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എത്രയാ ഫിലിമിന്റെ? സ്ക്വയർ അല്ലല്ലോ, ഇത് ഡീഫോൾട്ട് ആയിട്ട് എടുക്കുന്നത് 16:9:16 അല്ലേ? ഓക്കെ. വെർട്ടിക്കൽ ഫോർമാറ്റുള്ള ഫസ്റ്റ് ക്യാമറ ആണല്ലേ? നൈസ്. സെൻസർ തന്നെ എങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായി. സൂപ്പർ. സെൻസർ എങ്ങനെയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ ഔട്ട് വരുമ്പം 1 ഇഞ്ച് സെൻസറാണ്. ഇതിന് സെൻസറാണ് ആണല്ലേ? ഓ നൈസ്. ഈ സാധനം എന്തായാലും ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അടിപൊളി സാധനം ഗൈസ്. ഇതാണ് വിയേർഡ് ഗ്രാഫർ. നമ്മൾ 2 ദിവസം മുമ്പേ സംസാരിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കാണുകയും ചെയ്തത് നേരിട്ട്. എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോലുമില്ല. ഇതാണ് വിധിയുടെ വിളയാട്ടം അല്ലേ? എങ്ങനെയുണ്ട് ബ്രോ ഇവന്റ്? സെറ്റാണോ? എത്തിയുള്ളൂ. ഞാൻ കുറച്ച് നേരമായി. ഞാൻ ഇത് നമ്മളെ സാധനങ്ങൾ ഇതെന്താ എൻ്റെ പൊന്നോ, ഇതൊക്കെ എന്താണിത്? പക്ഷെ എൻ്റെ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിച്ചക്കാരന്മാരാവും. എനിക്കൊന്നും ഇവിടെ, പക്ഷെ ഇതിന്റെ ഹെൽപ്പ് കൊണ്ടുവരും. സ്പെസിഫിക്കേഷൻ പറയാൻ തന്നെ ഹെൽപ്പ് കൊണ്ടുവരും. ഞാൻ ഇതൊന്ന് ഇതൊക്കെ നമ്മള് ഇന്റർനാഷണൽ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. GFX 100 Mark II ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് ഒരു രസമല്ലേ കൈ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു. ഈ ഒരു കോമ്പാക്ട് സൈസ്, ഇത് മീഡിയം ഫോർമാറ്റ് ആണ്. അറിയാലോ മീഡിയം ഫോർമാറ്റിന്റെ സൈസ്. നമ്മളെ
എന്താ ഫുൾ ഫ്രെയിമിനേക്കാളും ഒരു 1.5 എത്ര സനി അറിയില്ല എനിക്ക്, മീഡിയം ഫോർമാറ്റുള്ള ക്യാമറയാണ്. പക്ഷെ ഫിക്സഡ് ലെൻസോട് കൂടിയിട്ട് വരുന്നത് F4 ഫിക്സ്ഡ് ആണല്ലേ? F4 ആണ്. ബട്ട് മീഡിയം ഫോർമാറ്റ് ആണെന്ന് ഓർക്കണം. നല്ല ഷാർപ്പാണ്. ഇമേജസിന്റെ ഇത് കണ്ടായിരുന്നു. 100 മെഗാ പിക്സലാണ്. അതാണ് അതിന്റെ ഡീറ്റെയിലിംഗ് ക്രോപ്പിംഗ് റേഷ്യോ ഒക്കെ അടിപൊളിയാണ് സാധനം. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഒരു വലിയൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് ടൈഗറിനെ സ്പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് പൊളി സാധനമാണ്. ബട്ട് ഓഫ് കോഴ്സ് എക്സ്പെൻസീവ്. നല്ല വിലയാണെന്ന് തോന്നുന്നല്ലോ. 6 ലക്ഷത്തിന്റെ അടുത്ത്. 6 ലക്ഷം? ഓക്കെ ബ്രോ, നമുക്ക് മറ്റേ എക്സാഫ് മതി. സാധനം നല്ല ഹെവി സാധനമാണ്. അത്രയും ബട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ വാങ്ങിക്കാൻ സാധ്യതയുള്ളൂ. കൊള്ളാം കേട്ടോ. ഇത് ബീസ്റ്റ് ആണ്. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാലല്ലോ നമുക്ക് ഇവരുടെ നമ്മുടെ ഇത് കമേഴ്ഷ്യൽ ഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാമല്ലോ. ആണെങ്കിൽ ഹൈ എൻഡ് കമേഴ്ഷ്യൽ ഹൈ എൻഡിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കൊള്ളാം ഗൈസ്. നമ്മളെന്തായാലും ഇൻഹാൻഡ് ഫീൽ ഒന്ന് നോക്കി. എൻ്റെ പൊന്നോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 100 മെഗാ പിക്സൽ വെറുതെ അല്ല ഗൈസ്. ഇതിന്റെ അകത്ത് അത്യാവശ്യം പ്രോസസ്സിങ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, GFX 100 RF ഡെമോ റേഞ്ച് ചെയ്യാം. ഓ ടെക്നിക്കൽ അതെ, ഫുജിയുടെ ടെക്നിക്കൽ ടീം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ആർക്ക് വേണ്ടിയുള്ളതാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാമറ ആരെടുക്കും? Anyone who is interested in very compact and lifestyle photographers who wants to travel a lot and want to create wonderful memories with their long-lasting memories. Isn't it too expensive for a travel camera? Don't you think so? I don't think so. I don't think so. And also people who really want to get into printing of their documentary works. Is this your alternative to Leica? Can you say like that, or this is not Leica, this is Fuji. No, but yeah, it's but a still new breed of Fuji. Yeah. People who are like confused between Leica and this model, what do you think? True. I get it. What do you like? So, but this has certain upper hand over that. That it has a wonderful 100 megapixel sensor where you can do digital punch, like you can do 4 times digital zoom here, and we have also seen a lot of video like that cropping. Yes, and also it has a aspect ratio thing that puts you to even make this camera to shoot like a X-Pan. X-Pan. The X-Pan is anamorphic wide kind of a shoot. The wide you can one. do that with this camera, and it has a built-in ND of 4 stops. ND filter. Yeah. Nice. So it's a very handy camera. So it justifies the price. I use this for my streets now. Oh, so nice. Anyone who wants to print their photo in a bigger size, this camera is the best. Lots of resolution. Yeah. 16-bit RAW. But I just want to know, like, how is the low light capabilities like? Sensor is big, obviously. F4, will that be an issue in you're low light? calculating in a way of like how a full frame works, but this is a large format sensor. But still, it will allow like. Yeah, it will allow 30% more than a full frame. Okay, so this F4 is somewhere close to like 2.8 something. In regular terms. Yes. Get it. And also the depth of field behaves like 2.8. Yeah, I've seen the samples. It's very impressive. So, but it's very expensive, man. You're giving all. Especially in India. See, this is the first generation of this, and obviously I think in future they might add some modular systems like add on to this, like teleconverter or a wide angle converter. So if you have already, we have X106. Similar to this. I have used all so that. That will that ecosystem will be built over this, Yeah. I think this is more commercial. In body stabilization? No IBIS. Yeah, that's what I was like. In all reviews, they were complaining about that only. Like they just want that stabilization in. It might. The newest E1 has the stabilization option. V5, sorry. Yes. So for this price, we need stabilization. You should send across a message. Yeah, sure. Definitely, I'll talk to. No, but it's really in-hand feel is really good. Yes. I like it. And the viewfinder is amazing. It's like very small, but it's heavy. Like it's like a very sturdy. Very sturdy. All weather steel, like it's nice. Guys, അപ്പോൾ വേണമെന്നുള്ളവർ ഇത് വാങ്ങിച്ചോളൂ. ചെറിയ വിലയൊക്കെ ഉള്ളൂ. ഫുള്ളി ഡിസ്കൗണ്ട് വരുവായി. Will give discount, no? You should talk to Vishnu. Even if discount, it will be like a huge amount, man. There's no. But yeah, this is a niche thing.
Very ഓ ഗൈസ്, നമ്മുടെ പരിചയമുള്ള ആൾക്കാർ. എന്താണ് പേര്? wanted to highlight something else. ആദിൽ. അതുൽ, വെൽക്കം ടു മൈ വ്ളോഗ് ബ്രോ. നമ്മള് ജസ്റ്റ് ആണോ അത് ഇവിടെ മൾട്ടി ഫംഗ്ഷനാലിറ്റി. ഷൈ ആയിട്ടുള്ളവരെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഷൈന്നൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. Used like for the digital. ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്തൊക്കെയുണ്ട് പേര്? പേരെങ്ങനെയാ? അജിത്ത്. ബ്രോയുടെ പേരെങ്ങനെ? ദിൽജിത്ത്. ബ്രദേഴ്സാണോ? ദിൽജിത്ത്. ഞാൻ ജസ്റ്റ് പേരിന്റെ സാമ്യത ആയിട്ട് ചോദിച്ചതാണ്. ആവശ്യമാണ്. പിന്നെ ഇപ്പൊ വന്നേ ഉള്ളൂ? എല്ലാരും ഫോട്ടോഗ്രാഫേഴ്സ് ആണോ അതോ വെറുതെ എന്തൂസിയാസ്റ്റ്? ബ്രോ മാത്രമാണോ ഫോട്ടോഗ്രാഫർ? ബാക്കി കൂട്ടിന് വന്ന? നൈസ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷമൊക്കെ വന്നായിരുന്നോ? ഫസ്റ്റ് ടൈം. ഓ നൈസ് ഗൈസ്. അപ്പൊ നോക്കുക, ഫോട്ടോഗ്രാഫി എന്തൂസിയാസ്റ്റ്. വെൽക്കം ഗൈസ്. ഇല്ല, അവൻ ദുബായില. അവൻ സെക്കൻഡ് സീസണിൽ വന്നിട്ടുണ്ട് ഇവിടെ. സ്പീക്കറായിരുന്നു ഇവിടെ. അവൻ അവിടെ ദുബായിൽ നിന്ന് കാണുന്നുണ്ട്. ഹായ് പറഞ്ഞു വേണമെങ്കിൽ. The area where ഗൈസ് ബൈ. താങ്ക്സ് ഫോർ കമ്മിങ് ഇൻ ടു മൈ വ്ളോഗ്. പരിചയമുള്ളവരെയൊക്കെ ഞാൻ വ്ളോഗിൽ കയറ്റും. എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എല്ലാരും കയറ്റും. അതാണ് ഗൈസ്. പേര് പറയൂ ഗൈസ്. എന്താ? വിവേക്. ഹൈ വിവേക്. ആൽബിൻ. വിനീത്. ഓക്കെ ഗൈസ്, എല്ലാരും നമ്മൾ വ്ളോഗിലോട്ട് കയറ്റി. അവനാണ് മെയിൻ ആള്. ഈ പുള്ളിനെ കണ്ടാണ് ഞങ്ങൾ വന്നത്. കണ്ടിട്ട് മൈക്ക് കണ്ടിട്ടാണ് എല്ലാരും വന്നത്. ഡ്രസ് കണ്ടിട്ടാ വന്നേ. പച്ചയും വെറൈറ്റി ഡ്രസ് കണ്ട് ഞങ്ങൾ പോകുന്നത്. അവന്റെ ഫാഷൻ സെൻസ് കണ്ട് വന്ന ആരാധകരാണ് ഗൈസ്. അതെ, ഫാഷൻ സെൻസ് കൊണ്ട് മാത്രം ആളെ കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഒരാളെ അറിയുന്നത്. കണ്ടു. നിങ്ങൾ പിന്നെ എന്താ പരിപാടി? ഞാൻ SSC കോച്ചിങ്ങിന് പോകുന്നു. PG കഴിഞ്ഞാണ്. ഇംഗ്ലീഷ് ആയിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉണ്ട് ആർക്കെങ്കിലും? പാർട്ട് ടൈം അച്ഛന്റെ കൂടെ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ട് പാലായില്. ഓ ബിസിനസ്. മൈ ഗോഡ്. വെറുതെ ഇവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അച്ഛന്റെ കയ്യിലേ ഉള്ളൂ. അടിപൊളി അടിപൊളി. നൈസ്. നിങ്ങളൊക്കെ ഫോട്ടോഗ്രാഫി ബന്ധമുണ്ടോ? ഇവര് രണ്ടു ബ്രദേഴ്സാണ്. ഞാൻ ബ്രദേഴ്സാണോ? ഞാൻ ഇടയ്ക്ക് നിൽക്കുന്ന കസിൻ. രണ്ട് ബ്രദേഴ്സ് ഒരു കസിൻ. അതിന്റെ കസിൻ. ഓക്കെ, സെറ്റ്. ഞങ്ങളെല്ലാം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തന്നെയുള്ളവരാണ്. ഞാൻ ചെറിയ പ്രൊമോഷൻ ഒക്കെ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പോലെ. അടിപൊളി. നൈസ് നൈസ്. എന്തായാലും നൈസ് മീറ്റിംഗ് യു ഗൈസ്. ബൈ ബൈ. പുള്ളി എത്ര വർഷമായി 41 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യണം ഗൈസ്. പാലയിലാണ്. പേര് എങ്ങനെ? നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പേര് ദൃശ്യ എന്നാണ്. ദൃശ്യ സ്റ്റുഡിയോസ് അല്ലേ? അരുണാപുരം, അവിടെ പാലായിൽ അരുണാപുരം. പുള്ളി ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ പ്രോപ്പർ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് പുള്ളി. വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഫോർ കണ്ടിന്യൂയിങ് വിത്ത് ഫോട്ടോഗ്രാഫി ഇത്രയും വർഷമായിട്ട്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ബൈ. വെൽക്കം ടു മൈ വ്ളോഗ് മിസ്റ്റർ മനക്കോട്ട. ഞാൻ തുടങ്ങി. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലേ ഗൈസ്? പുള്ളി നമ്മളിപ്പോ സബ്സ്ക്രൈബ് ചെയ്യും. സാധിച്ചോ? ഇതെങ്ങനെയുണ്ട് ഇവന്റ് ഈ പ്രാവശ്യം? അടിപൊളിയല്ലേ? ഞാൻ സ്വർഗം കാണാൻ വന്നതാ. നിങ്ങളെ സ്റ്റോൾ ഉണ്ടോ? ഇല്ലല്ലോ. റീടച്ചിങ് പഠിപ്പിക്കുന്ന സ്റ്റോളൊന്നും ഇല്ലല്ലോ. ഞാൻ അവിടെ വന്ന് ചേരാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് കുറച്ച് പഠിപ്പിച്ചാ മനുഷ്യ. വീഡിയോ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചില്ലല്ലോ. ഞാൻ ഒരു വ്ളോഗ് തുടങ്ങിയിട്ട് എന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാരെന്നറിയോ? പക്ഷെ എന്നിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ നിങ്ങളെ ക്ലാസ് കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ മറ്റേ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ചോണ്ടിരിക്കുകയാണ്. അഡോബ് പ്രീമിയർ ചാനലിന് ഇപ്പം മര്യാദയ്ക്ക് പോകാറില്ല. ഫ്രീലാൻസ് ഭയങ്കര തിരക്കാണ്. ആണല്ലേ? രക്ഷയില്ല. അപ്പൊ ചാനലിൽ എന്തെങ്കിലും വീഡിയോ ഇടും? അത് ഈ നൂബുകളായിട്ടുള്ള നമ്മൾ കുറച്ച് കണ്ടുപഠിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലേ, ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ഇടാവും. ഇടണം. പിന്നെ അടുത്ത വീഡിയോ അഡോബ് പ്രീമിയറോ iMovie എന്തോ ആയിക്കോട്ടെ. പ്രീമിയറിൽ നമുക്ക് നമ്മളെ പോലെ ഈ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അവര് പറയുന്നുണ്ട് യൂട്യൂബ് തുടങ്ങാൻ പേടിയാണ്, എഡിറ്റിംഗ് പേടിയാണ്. അപ്പൊ നിങ്ങൾ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാലേ സെറ്റാണ്. അടിപൊളിയാണ്. നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, മോഡലിംഗ് ഷൂട്ട്സ് ഇത് തന്നെ നിക്കോണിൻ്റെ ആണ്. നിക്കോണിൻ്റെ ക്യാമറയും ലെൻസൊക്കെ വെച്ചിട്ട് നമുക്ക് മോഡൽസിനെ ലൈവായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും ഇത് സംഭവമുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ലൈറ്റിങ്ങിലും എല്ലാത്തിൻ്റെ അടിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് എടുത്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത്. മനസ്സിലായില്ലേ? നൈസ്, കൊള്ളാം. നല്ല ഇനിഷ്യേറ്റീവാണ് ഈ ചെയ്യുന്നത്. കാരണം നീ അകത്തൊക്കെ കയറിപ്പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കമോൺ. കാർത്തിയുടെ കൂടെ തന്നെ ഫുൾ ടൈം. ഞാൻ വ്ളോഗിങ് ഗുരുവാണ് എൻ്റെ. അപ്പം
ഇപ്പോഴായിട്ട് കയറിയതേ ഉള്ളൂ വ്ളോഗിങ്ങിലാണ്. ഞാൻ പുതുതാ, ബ്രദറാണ് ഫുൾ ഇതിൻ്റെ. ഷാസിൻ്റെ അല്ലേ? ഒട്ടും വെയിറ്റ് ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ഹെവി ക്യാമറ ആണെന്നേ, പക്ഷെ ആദ്യമായിട്ടാണ് നിക്കോൺ യൂസ് ചെയ്യുന്നത്. പക്ഷെ കിടും, അടിപൊളി. ഓക്കെ, ഇത് അയ്യോ ബാറ്ററി കുറവാണല്ലേ, റീചാർജ് ബാറ്ററി. ആ ഇതിന്റെ ബാറ്ററി കഴിഞ്ഞു ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് കാണിച്ചു തരാം. ടോപ്പ് ഓഫ് ദ ലൈൻ ഇത് ബേസിക് ആണോ ഈ ക്യാമറ? ടോപ്പ് ഓഫ് ദ ലൈൻ സാധനം ഏതാണ് അപ്പം? ഇതാണോ? അത് ബാറ്ററി ഉണ്ടോ? അതെന്റെ അതും അതാ ചെത്തോട്ടെ. ഓക്കെ ഓക്കെ മനസ്സിലായി. ഇത് സൂമാ ഫിക്സ്ഡാ? 180 600 അല്ലേ? എടുത്താ? ഇതിപ്പോ ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് യൂസ് ചെയ്യണ കോമൺ ലെൻസ് ആണ്. എക്സ്പെൻസീവ് അല്ല, ഒരു ആവറേജ് ലെൻസ് ആണ്. Nice. Welcome to our vlog guys. Rajin and Nitin guys. നമ്മളെ ഫുഡ് വ്ളോഗ് കാണുന്ന ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ ദിവസം നമ്മൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. കാർത്തി നിന്റെ ഫാൻസ് ആണ് കേട്ടോ. ഓക്കെ മോഡലിംഗ്, ദിസ് ഈസ് കോൾഡ് മോഡലിംഗ് ആൻഡ് ഷൂട്ടിംഗ്. ആൾക്കാരൊക്കെ കണ്ടോ, ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ടൊരു മോഡലിനെ കിട്ടും, ഫോട്ടോ എടുത്ത് പഠിക്കാൻ. നല്ല സോണിയുടെ പുതിയ ലെൻസൊക്കെ ഇട്ടുകൊണ്ട് ഗൈസ്. ഓ എനിക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. വൈഡ് 16 to 25. നൈസ് വ്ളോഗ് ഗൈസ്. ഓടണ്ട നാണിക്കണ്ട, ഇത് ഒരു ഇൻട്രോവേർട്ടിൻ്റെ വ്ളോഗാണ്, പേടിക്കണ്ട. ബ്രോ പേര് പറഞ്ഞോ എന്താ പേര്? ജസ്വിൻ. ഷാമിൻ. ആ കൊള്ളാമല്ലോ, പുതിയ പേരാണ്. ഓക്കെ ഗൈസ്, ഇവരെ നമ്മൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൃശ്ശൂർ ടോളിൻ്റെ തിരക്കിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഓക്കെ ഗൈസ്, അപ്പം ശരി, ടാറ്റാ, കാണാം, ബൈ. വെൽക്കം ടു മൈ വ്ളോഗ്. പുള്ളി നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്താ പേര് ബ്രോ? വിനു. ഇന്നു വലിയൊരു മുതലാളിയാണ്, ഫോട്ടോഗ്രാഫി മുതലാളിയാണ്. എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുമുട്ടി. അതെ ഷാസിനെയൊക്കെ അന്വേഷിച്ചു ഗൈസ്. ഓക്കെ, അപ്പം ശരി ബ്രോ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു അവർ വ്ളോഗ്. ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ക്യാമറ ഫോട്ടോ ഫെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതെ, എല്ലാവരും ഒരുപാട് പേരെ കണ്ടല്ലേ, ഒത്തിരി ആൾക്കാരെ കണ്ടു, ഒത്തിരി പ്രോഡക്ട്സ് നമ്മൾ കണ്ടു. അപ്പം നമ്മളിവിടെ നിന്ന് വിട പറഞ്ഞ് നമ്മൾ സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പം ഒരു തംബ്നെയിലിൽ ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ടാറ്റ. അപ്പം ശരി ഗൈസ്, വീണ്ടും കാണാം. അർജുൻ, അവൻ്റെ ആണെങ്കിൽ നിന്റെ ഹാൻഡിലൊക്കെ പറയടാ. ആണ് എന്താണ്? ഓ എന്റെ അമ്മോ, ഇത്രയും പാടുള്ള പേരൊക്കെ വാങ്ങിച്ചിട്ട് നോക്കടാ. ഈ പേര് സൂക്ഷിച്ച അർജുൻ കൃഷ്ണ ഭയങ്കര ഫേമസ് ആകാൻ പോവാണ്. അത്യാവശ്യം നല്ല കഴിവുള്ള പയ്യനാണ്. അപ്പം നമ്മൾ എന്തായാലും അവനെ വെച്ച് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാൻ അവനെ കൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ശരി, ടാറ്റ, ബൈ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ പാരഗണിൽ വന്നിരിക്കുകയാണ് ഫുഡ് അടിക്കാൻ. ഫുഡ് വ്ളോഗ്. യെസ്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പം കയറിയിട്ട് ബിരിയാണിയോ മന്തിയോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ പാരഗണിൽ നമ്മൾ ബിരിയാണി അടിക്കാൻ വന്നേക്കാണ്. പാരഗൺസ് ഐക്കോണിക് മട്ടൺ ബിരിയാണി വിത്ത് ഫുഡ് വ്ളോഗിൽ ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്നു അർജുൻ കൃഷ്ണ, ദ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് SCMS എറണാകുളം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബിരിയാണി അടിച്ചിട്ട് വരാം. ബൈ. ബിരിയാണി വരുമ്പോൾ കാണിച്ചു തരാം. ബൈ. വ്ളോഗ് करते हैं. ओके, 2 मटन बिरयानी. हाँ, मेरा नाम सनू है. कॉल मी फ्लैश व्लॉग्स. हाँ ना, मार्केट है, हम यूट्यूब में है, यूट्यूब में अब फेमस होएगा. तो इधर अच्छा सा मटन बिरयानी दे दो हमें. अच्छा मटन बिरयानी, अच्छा यूट्यूब व्लॉग हम खा के अच्छा बोलेगा. ठीक है,
और इधर लाइम जूस मिलेगा? 2 लाइम जूस स्वीट ठंडा वाला, ठीक है। आपका नाम क्या है? हाँ, ओलिव। ओली। और किधर से है आप? मैं अरुणाचल प्रदेश से। ओ, अच्छा नाम है। ठीक है, 2 मटन बिरयानी फुल है एंड 2 फ्रेश लाइम जूस है। ठीक है। फ्रेश लाइम में सोडा है। सोडा ആണോ? तो फ्रेश लाइम सोडा स्वीट। स्वीट। താങ്ക് യു. നീ ഹിന്ദിയൊക്കെ പഠിച്ചല്ലോ? അയ്യോ, ഞാൻ തോടത്തോടെ പറയൂ. നമ്മളെ വ്ളോഗിൽ റാഗിങ് ആണ് മൊത്തം. നമ്മള് യൂട്യൂബേഴ്സ് ആണ്, നമുക്ക് നല്ല ഫുഡ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ മൊത്തം അലമ്പായിരുന്നു കേസ്. നോക്കാം, നല്ല പീസ് വെച്ചിട്ട് നല്ല കൂറ പീസ് കിട്ടുമെന്ന്. മര്യാദക്ക് ചിലപ്പോ നല്ല പീസ് കിട്ടിയേനെ. മിക്കവാറും യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് തിന്നണ്ടാന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, വരട്ടെ, ബിരിയാണി വന്നിട്ട് നോക്കാം അടിപൊളി പീസാണോ കിട്ടിയെങ്ങനെയാണോ. മലയാളികളുടെ ഒരു എന്താണ് ഒരു വീക്ക്നെസ് ആണ് നല്ല പീസ്. ചിക്കനാണെങ്കിൽ ലെഗ് പീസ് ഇല്ലടാ, ചിക്കൻ ആണെങ്കിൽ ലെഗ് പീസ് അല്ലേ. ഈ കൂട്ടുകാരിങ്ങനെ പോകുമ്പോ മന്തിക്ക് ചെസ്റ്റ് പീസ് എടുക്കാൻ വേണ്ടി അടിയാണ്. മന്തിയിൽ ചെസ്റ്റ് പീസ് ആണ്. എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം. എനിക്ക് വലിയ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് എനിക്ക് താല്പര്യം. ഒലി ഈസ് ബാക്ക്. ഒലി വാപ്പസ് ആ ഗയാ ഹൈ പാനി കെ സാത്ത്. लेके आओ, आपकी मर्जी. അർജുൻ്റെ പുതിയ കണ്ടുപിടുത്തം ഈ വെള്ളം ചൂടായിരുന്നു വന്ന്, ഇത്രയും പുക വരുന്ന വെള്ളം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല നൈട്രജൻ ആണാ. ഏത് മഞ്ഞ് ഹിമാലയത്തിൽ പോയി കുടിക്കുമ്പോഴാ ഇത്. നീ ഒന്ന് തണുത്ത വെള്ളം തന്നെ കുടിച്ചു കഴിഞ്ഞുണ്ടല്ലോ വായൊക്കെ പൊള്ളിയൊരു വഴിക്കുക. അതൊക്കെ അഗർബത്തി കത്തിച്ച് വെച്ചേക്കുന്ന പോലെ. അതെ, കണ്ണ് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ. ചൂടുവെള്ളം കുടിച്ച് കണ്ണടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട്. ഓക്കെ ഗൈസ്, ചളുവടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി വരുമ്പോൾ കാണാം. ബൈ ബൈ. അങ്ങനെ ബിരിയാണി വന്നിരിക്കുകയാണ്, മട്ടൻ ബിരിയാണി ഓൾ റെഡി. താങ്ക് യു സോ മച്ച്. പീസൊക്കെ സെലക്ട് ചെയ്യാൻ സമയം കിട്ടി കാണില്ല. ഇതെല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ ചോദിച്ചതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ മട്ടൻ ബിരിയാണി നോക്കാം. ആർക്കാണ് ഭാഗ്യം നോക്കാം. ഏതോ ഒരു ബിരിയാണി നല്ല പീസാണ്. അർജുനാണോ എനിക്കാണോ കിട്ടുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഈറ്റ് സം മട്ടൻ ബിരിയാണി. ഓ, ചോറൊക്കെ നല്ല ഇങ്ങനെ വിട്ട് വരുന്ന ചോറ് ഗൈസ്. ഓക്കെ, എവിടെ പീസ്? ഓ, ഇത് രണ്ടും കൂടെ ചെയ്യുന്ന കുറച്ച് പണിയാണ്. ആടാ, നല്ല പീസ. ഓ, മറ്റേ നല്ലിയൊക്കെ പോലത്തെ സാധനമാണ്. ഓ, എൻ്റെ ക്യാമറ തനി അപ്പുറത്തോട്ടൊക്കെ പോകും. അലൈൻമെന്റ് ശരിയാവുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ടൈം ലാപ്സ് വെച്ചിട്ട്. ഓക്കെ ഗൈസ്, കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പപ്പടം എടുക്കുന്നു. പപ്പടം കാണാമായിരുന്നു. ഡബിളാന്ന് തോന്നുന്നു, ഇരട്ടാളാ. അച്ചാർ. നല്ല സോഫ്റ്റ് ചോറല്ലേ. അതാ, കുറച്ച് ചമ്മന്തി. പപ്പടം ഇങ്ങനെ പൊട്ടിക്കുന്നതായിരുന്നു ഗുപ്തനിഷ്ടം. താങ്ക് യു. ലൈം ജ്യൂസായിട്ട് വന്നിരിക്കുന്നത് ഗൈസ്, നമുക്കുള്ള ലൈം സോഡ. ഇവര് എനിക്കൊന്നും അടുക്കളയിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടാ. നമ്മൾ വന്ന് ഇരുന്ന് മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ്. ഇറ്റ്സ് വെരി ഫാസ്റ്റ് സർവീസ് ഗൈസ്. താരകൻ, വാവ്, അമേസിങ്. അവാർഡ് വെറുതെ അല്ല ഗൈസ് കിട്ടിയത്, സർവീസ് വേറെ ലെവൽ. നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. കുറച്ച് മട്ടനും ബിസ്മില്ല, മറ്റേ അറബി വ്ളോഗേഴ്സിനെ പോലെ. നൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ടി വരും ഗൈസ്. അങ്കമാലി വരെ വരേണ്ടി വരുമെന്നേ ഉള്ളൂ. മനസ്സിലല്ലേ?
ഗൈസ് ഇനി വിശന്നിരുന്നിട്ട് കഴിക്കണോണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ കിടിലൻ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ബീഫൊക്കെ ഉണ്ടാവും, നല്ല സോഫ്റ്റ് ബീഫ് ഗൈസ്. എടുക്കുക, ചോറെടുക്കുക, കുറച്ച് ചമ്മന്തി എടുക്കുക, ഉരുട്ടുക. വേണ്ടാ അർജുന്റെ കമന്റേറ്റർ കേൾക്കാം. കഴിക്ക്, ലൈവായിട്ട് കഴിക്കും. വിശന്ന് വലഞ്ഞ ഒരാളുടെ ഫുഡ് ബ്ലോഗിങ്. ഇപ്പം ഇങ്ങനെ തോണ്ടിയിടുക, കുഴയ്ക്കുക, കുറച്ച് സാലഡ് ഇടുക. വളർന്നു വരുന്ന പയ്യന്മാരെ കണ്ട ഫുഡ് ബ്ലോഗേഴ്സ് ഭാവിയില്ല. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. പ്ലേറ്റിലുള്ളത് മാത്രമേ അവന് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് പ്ലേറ്റിലുള്ളത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, ടാറ്റാ. എവിടെയാണ് നമ്മൾ? താഴെയല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് അനങ്ങാൻ വയ്യാതെ നമ്മൾ കാറിൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് അവിടുത്തെ മാനേജർ. ഫുഡും സർവീസൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. 1.5 വർഷമായുള്ളൂ തുടങ്ങിയിട്ട് ഇവിടെ. പക്ഷേ ഗൈസ് അടിപൊളി ഫുഡും അടിപൊളി സർവീസും കേട്ടോ. ഈ വഴി പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കയറി നോക്കുക. നമ്മൾ വിചാരിച്ചില്ല ഇത്രയും നൈസ് ആയിരിക്കുമെന്ന്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ബോണസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ജസ്റ്റ് സർവീസൊക്കെ പറയാന്നല്ലേ, കയറി ഇരുന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ്. കാട്ടയ്ക്ക് സൂപ്പർ ബിരിയാണിയും കൊടുക്കുന്ന സർവീസും എല്ലാം കൊള്ളാം, നൈസ്. അപ്പോൾ ഇനിയും വരാം ഗൈസ്. ഈ വഴി പോകുന്നെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വരണതിന് വരെ ബിരിയാണി വ്ളോഗ് ആകാനാണ്. അപ്പം ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞു. എവനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. ടാറ്റാ, ബൈ ഗൈസ്, ടേക്ക് കെയർ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്, ബൈ.